അവരോട് പറഞ്ഞ എമർജൻസി സർജറിയാണ്, കുട്ടിക്ക് അത്ര കണ്ടീഷൻ മോശമാണ്, കുട്ടീനെ കിട്ടാൻ തന്നെ അത്രയും കണ്ടീഷൻ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു അത്രയും സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ, ആ സർജറി നടത്തണമെങ്കിൽ വരുന്ന ചിലവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളാണ്. എത്തിച്ച് ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു. ഡോക്ടർ 10:30 ഇവിടെ എത്തി. 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ സർജറി ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തു. സാർ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പൻഡിക്സ് പൊട്ടിയിട്ട് സ്പ്രെഡായി, കുടലിൻ്റെ ഭാഗത്തും കരളിനും ഒക്കെ ഫുള്ള് സ്പ്രെഡായിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചികിത്സാ പിഴവ് മൂലമുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത് തിരുവനന്തപുരത്ത് നിന്നുള്ള മെഡിക്കൽ കോളേജിനാണ് എങ്കിൽ ഇപ്പോൾ ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഒരു സമയത്ത് ചികിത്സാ പിഴവ് മൂലം ഒരു 9 വയസ്സുള്ള കുട്ടിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായത്. അപ്പൻഡിസൈറ്റിസ് ആയിട്ട് അവിടെ എത്തിയ കുട്ടിക്ക് വയറുവേദനയാണ് എന്നും ഗ്യാസിൻ്റെ അസുഖമാണ് എന്ന് പറഞ്ഞ് അതിന് ഗുളിക കൊടുത്തു വിടുന്നതാണ് ഈ സംഭവം. അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടി മരണപ്പെടാതിരുന്നത് ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒറ്റ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. കാരണം അപ്പൻഡിക്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നൊരു അസുഖമാണ്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിഷബാധ ഏൽക്കുകയും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഈ 9 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അന്നുണ്ടായിരുന്ന ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് തന്നെ ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന വേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. കാരണം അന്ന് രാത്രി പോലും ആ കുട്ടി വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഏകദേശം വളഞ്ഞ നിലയിലായിരുന്നു എന്നാണ് അവരുടെ മാതാവ് തന്നെ പറയുന്നത്. അതിനുശേഷവും ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം അവിടെ വെച്ച് നടത്തി അതിനുശേഷവും അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചില്ല. അവസാനം ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും അതുപോലെ തന്നെ മരുന്നും എല്ലാം കൊടുത്ത് വീട്ടിൽ പോയിക്കൊള്ളാനാണ് അവരോട് പറഞ്ഞത്. അതിനുശേഷം 2 മരുന്നുകൾ കൊടുത്തു. ആ ഗുളിക മരുന്ന് കുടിച്ചതിന് ശേഷവും കുട്ടിക്ക് യാതൊരു കുറവും കാണാത്തതിനാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു റിട്ടയർഡ് വിജയകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയി അവർ കാണിക്കുകയാണ്. അദ്ദേഹം ഒന്ന് വയറുമേൽ കൈവച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് സീരിയസ് ആണ്, പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ട് ഇത് സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ മെഡിക്കൽ കോളേജ് കേശാറ്റിലുള്ള രാത്രിയുള്ള 2 ഡോക്ടർമാർക്ക് പോലും ഇതെന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. ആ സമയത്ത് അപ്പൻഡിസൈറ്റിസ് പൊട്ടിയിട്ട് ആ കുട്ടിയുടെ വയറ് മൊത്തം മോശമായ രീതിയിലാണ് കാണപ്പെട്ടത് എന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞ ഡോക്ടർ തന്നെ ഈ മാതാവിനോട് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. അവരുടെ അമ്മ ഈ കാര്യങ്ങൾ തുറന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓൾറെഡി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരാഴ്ചയോളം ഇനി വേണ്ടി വരും. പെട്ടെന്ന് മാറിക്കിട്ടൂല. ഓൾറെഡി അത് പൊട്ടിയ കൊണ്ട് അത് സ്പ്രെഡായതുകൊണ്ട് നേരെ ആയി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർജറി കഴിഞ്ഞതിന് ശേഷം തൊട്ട് അത് കുറയുന്നതനുസരിച്ചാണ് നമുക്ക് വീട്ടിൽ പോകാൻ കഴിയുള്ളൂ. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ എന്താണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങളിന്ന് പോയ സമയത്ത് മോനെ നല്ല വയറുവേദനയായിരുന്നു. ആ വയറുവേദനയായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ രാത്രിയിലാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, നല്ല വയറുവേദനയുണ്ട്, കിടക്കാനൊന്നും പറ്റില്ല, ഇരിക്കാനോ ഒന്നും പറ്റില്ല, കുട്ടിക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു, എന്താണ് കഴിച്ചതെന്ന് അവർ ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞു, വീട്ടിലുള്ള ഫുഡാണ്. വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അന്ന് ഫുഡ് വേറെ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്, അതായിരുന്നു കഴിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഗ്യാസിൻ്റെ തന്നെയാണ്. അപ്പോൾ തലേന്ന് മോന് വൊമിറ്റിങ്ങും ലൂസ് മോഷൻ, അന്ന് വന്നപ്പോഴും ലൂസ് മോഷൻ ഉണ്ട്. അത് ഞങ്ങളോട് പറഞ്ഞു ഇത് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ, അത് ഡോക്ടേഴ്സ് പറയുന്നതല്ലേ. 2 ലേഡി ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് വയറിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കിയത് മാത്രമേ ഉള്ളവർ. അപ്പം ഞങ്ങളോട് പറഞ്ഞു, അരമണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിൽ വിടാം, ഒരു പാൻറ്റോപ്പിൻ്റെ ഇഞ്ചക്ഷനും ഉണ്ട്, പിന്നെ ഒരു വേദനേൻ്റെ പെയിൻ കില്ലറായിട്ടുള്ള വേദനേൻ്റെ ഇഞ്ചക്ഷനും തരാം, അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് പറയാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പറഞ്ഞു വേദന മാറിയില്ല, മോന് നല്ല വേദനയാണെന്ന് പറഞ്ഞു. ആ മരുന്നിൻ്റെ എഫക്റ്റ് 1 മണിക്കൂറോളം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു വേദന കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് CBC എന്തെങ്കിലും ചെക്ക് ചെയ്യായിരുന്നു, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ പറഞ്ഞത് ഓൾറെഡി ഇത് യൂറിനാറി നോക്കിയ സമയത്ത് അതിനകത്ത് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു USG ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താണെന്ന്. ഞങ്ങൾക്ക് സമാധാനമായിട്ട് കുട്ടീൻ്റെ അത്രയും വിഷമമുള്ള വേദന ഞങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ USG ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ, ആ കൂടെയുള്ള ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ അവരാണ് ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ അവിടെയുള്ള പുതിയ ന്യൂ ബ്ലോക്ക് എമർജൻസീൻ്റെ അവിടെയാണ് ഞങ്ങൾ പോയിട്ട് സ്കാനിങ് എടുക്കാൻ പോയത്. അവിടെ അത്രയും തിരക്കായിരുന്നു. ഒരുപാട് തിരക്കുള്ള സമയത്ത് അവിടെ എത്തിച്ചേർന്നത്. രാത്രി ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പോലും ഞങ്ങൾക്ക്, കുട്ടീനെ എടുത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ. അങ്ങനെ ഞങ്ങൾ 2:30 ആയപ്പോഴാണ് ആ സമയത്താണ് നമുക്ക് USG ചെയ്യാൻ കയറ്റിയത്. അവിടെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്ത്. റിസൾട്ട് നോ സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് റിസൾട്ട് കൊടുത്തത്, അവർ തന്നു വിട്ടത്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് കുട്ടികളുടെ ഭാഗത്തിൽ വന്ന് കാഷ്വാലിറ്റി വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീനെ പരിശോധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കുട്ടിക്ക് പെനിസിൻ്റെ അടുത്ത് ഭയങ്കര പെയിനുണ്ട്, അവിടെ നോക്കുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ കയറ്റി കിടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞത് ഗ്യാസിൻ്റെതാണ്, പെനിസിൻ്റെ അവിടെയുള്ള വേദന എന്ന് പറഞ്ഞാൽ കായൽ വീക്കം. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, ഗ്യാസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കായൽ വീക്കം ഉണ്ടാവും, അതുകൊണ്ടാണ് ആ വേദന ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ സ്കിന്നിൻ്റെ അവിടെ ഉള്ളതാണ്, അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെയാണ് ഇൻഫെക്ഷൻ എന്ത്. ഞങ്ങളങ്ങോട്ട് സംശയം ഉന്നയിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു അത് നിങ്ങളൊരു കാര്യം ചെയ്യും, തിങ്കളാഴ്ച വന്നിട്ട് സർജറി കാണിച്ച് അതിൻ്റെ ഒപ്പീനിയൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഗ്യാസ് തന്നെ ആയിരിക്കുമല്ലേ? അതെ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പോയിക്കോ, 2 മരുന്ന് എഴുതി, ഒന്ന് സൈക്ലോപാം മരുന്നും ഒന്ന് പാൻറ്റോപ്പും ഒരു ജെലുസിൻ്റെ ഒരു മരുന്ന് തന്ന് ഞങ്ങളെ പറഞ്ഞയക്കുക ചെയ്തേ. അപ്പോൾ കുട്ടീനോട് ഞങ്ങൾ അന്നേരം പറയുന്നുണ്ട് കുട്ടിക്ക് വയറൊടിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇവനോട് പറഞ്ഞു നടക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം അവർ നടത്തിച്ചു. മോന് ആ വേദനയെ സഹിച്ചിട്ടാണ് മോൻ നടന്നത്. അവന് അങ്ങനെയെങ്കിലും അവന് എന്തെങ്കിലും മരുന്ന് തന്നാൽ മാറും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നു കുട്ടിക്ക്. അത്രയും വേദനയാണ്. അവൻ ഞങ്ങളോട് പറയാണ് ഞാൻ ചത്തുപോകുമോ എന്നുള്ള ഞങ്ങളോട് ചോദിക്കുക കുട്ടി. അപ്പോൾ എത്ര ചിന്തിച്ചാൽ ആ കുട്ടിക്ക് എത്ര വേദന ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇവർ തന്ന മരുന്ന് കുറയും എന്ന് വിചാരിച്ച് രാവിലെയും കൊടുത്തു, ഉച്ചയ്ക്കും കൊടുത്ത്. അപ്പോഴേക്ക് കുട്ടി അവശതയായി തുടങ്ങി, അത്രയും കണ്ടീഷൻ മോശമായി തുടങ്ങി. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ റിട്ടയർഡ് വിജയകുമാർ സാർ, കുന്നമംഗലത്തുള്ള ഡോക്ടർ വീട്ടിൽ പോയി. സാറ് ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ. സാറ് പറഞ്ഞു അപ്പൻഡിസൈറ്റിസ് ആണ്. ശരിക്കും ഒരു ദൈവതുല്യനായൊരു ഡോക്ടർ അത്. സാറാണ് പറയുന്നത് ഇങ്ങനെ ഇതാണ്. സാറ് പറയുന്നത് പെട്ടെന്ന് പോയി CBC ചെയ്യണം, എമർജൻസി ആണെന്ന് പറഞ്ഞ് അങ്ങനെ CBC ചെയ്ത് നോക്കുമ്പം അത്രയ്ക്ക് ഇൻഫെക്ഷനാണ് കുട്ടിക്ക് വയറിൽ വന്നത്. ഇവരെന്തുകൊണ്ടാണ് അതങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും കൂടി ചെയ്യാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. തിരിച്ച് ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് എമർജൻസി സർജറി വേണം. എന്നിട്ട് സാറ് തന്നെ ആരൊക്കെയോ KMCTയിലോ ഒക്കെ വിളിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് കിട്ടുന്നില്ല. എന്നിട്ട് സാറ് തന്നെ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടിയായതുകൊണ്ട് അവിടെ കുട്ടികളുടെ വിഭാഗത്തിൽ വേണമല്ലോ. അപ്പോൾ അവിടെയും വിളിച്ചു നോക്കിയിട്ട് പിന്നെയാണ് ഇവിടെയുള്ള നൂറുദ്ദീൻ സാറിനെ വിളിച്ച് കിട്ടുന്നത്. സാറോട് പറഞ്ഞ എമർജൻസി സർജറിയാണ്, കുട്ടിക്ക് അത്ര കണ്ടീഷൻ മോശമാണ്, കുട്ടീനെ കിട്ടാൻ തന്നെ അത്രയും കണ്ടീഷൻ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു അത്രയും സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ജീവിക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ ആ സർജറി നടത്തണമെങ്കിൽ വരുന്ന ചിലവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാലും ഞങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളാണ്. എന്നിട്ടും കൂടി ഞങ്ങൾ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ ക്യാഷും കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിച്ച് ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു. ഡോക്ടർ 10:30 ആകുമ്പോൾ ഇവിടെ എത്തി. 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ സർജറി ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തു. സാർ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പൻഡിക്സ് പൊട്ടിയിട്ട് സ്പ്രെഡായി, കുടലിൻ്റെ ഭാഗത്തും കരളിനും ഒക്കെ ഫുള്ള് സ്പ്രെഡായിപ്പോയി. നല്ല ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. അവിടെ നിന്ന് തന്നെ നിർത്തി. ഇപ്പം മോനെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്ന ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അത് കണ്ടുപിടിച്ച് തന്ന വിജയകുമാർ സാറാണ്. ഈ 2 പേരുമാണ് ഞങ്ങൾക്ക് ദൈവങ്ങളായിട്ട് കാണുന്നത്. നമ്മളൊരു സാധാരണക്കാരായ ആൾക്കാർ ഒരു മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അവിടെ സേഫാണ്, നമുക്ക് തന്നെ സേഫാണെന്ന് ഓർത്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഈ രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാർ കാഷ്വാലിറ്റിയിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല. ആരോഗ്യരംഗത്തുള്ള വീഴ്ചകൾ തുടർ നടപടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് നിന്നും തൊട്ടടുത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളെയും സ്ഥിതി ഇതിന് വിപരീതമല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ പുതിയ സർക്കാരാണ്, മുരളീധരൻ അടക്കമുള്ളവരുടെ മുമ്പിലേക്ക് എത്തപ്പെടേണ്ട വീഡിയോ ആണ്. കാരണം ഇതിനൊക്കെ പെട്ടെന്നുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സാധാരണക്കാരൻ്റെ ജീവന് സുരക്ഷയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി സാധിക്കൂ. കാരണം എല്ലാ പണക്കാർക്കും
പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മറ്റുമെല്ലാം പോയി ചികിത്സ നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ പാവപ്പെട്ടവൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകളാണ്. അവിടെയെങ്കിലും ചികിത്സ കിട്ടുന്നില്ല എങ്കിൽ മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അമ്മ പറഞ്ഞത് വളരെ ക്ലിയറാണ്. കാരണം പെട്ടെന്നൊന്നും ഒരു സർജറിക്കുള്ള പൈസയെല്ലാം ഒപ്പിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യാനൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് കിട്ടിയ വണ്ടിയും പിടിച്ചിട്ട് സാധാരണക്കാരൻ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ട് പോലും കാര്യമായ രീതിയിലുള്ള ചികിത്സകളും പരിശോധനകളും അതുപോലെ തന്നെ റിസൾട്ടുകളൊന്നും കിട്ടുന്നില്ല എങ്കിൽ പാവപ്പെട്ടവൻ്റെ കാര്യം വളരെ മോശമാണ് എന്ന് സൂചിപ്പിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അധികാരികളുടെ മുമ്പിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കെതിരെ കർശനമായ നിർദ്ദേശങ്ങളോട് കൂടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്യണം. അല്ലാത്ത കാലത്തോളം സാധാരണക്കാരൻ്റെ ജീവൻ അവിടെ പോയി പൊലിഞ്ഞു പോവുക എന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. കാരണം ആ കുട്ടി സീരിയസ് ആയിട്ട് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പോലും എന്താണ് അതെന്ന് കണ്ടുപിടിക്കാൻ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിന് പകരം അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു അനാസ്ഥ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളത് നിർദ്ദേശങ്ങളായി എഴുതി അറിയിക്കുക. ഇതൊക്കെ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കും മറ്റൊരാൾക്കാണ് വന്നത്, പക്ഷേ നാളെ നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങൾക്കോ ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.